നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് ടെൽനെറ്റ് റൗട്ടറിൽ എങ്ങനെ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു റൗട്ടർ കണക്ട് ചെയ്യാം, ജസ്റ്റ് ഒരു സ്വിച്ച് കണക്ട് ചെയ്യാം, ഒരു PC കണക്ട് ചെയ്യാം. അപ്പോൾ അതിൽ IP അഡ്രസ് അസൈൻ ചെയ്യാം. ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്നുള്ള സ്റ്റെപ്പ് മാത്രമാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. കണക്ഷൻസൊക്കെ ഓക്കെ ആയതിനു ശേഷം IP അഡ്രസ് അസൈൻ ചെയ്യാം. ഞാനിവിടെ വേറൊരു റൗട്ടറും കൂടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു കൺസോൾ കേബിൾ കണക്ട് ചെയ്ത് വേറൊരു മെഷീൻ കൂടെ എടുത്ത് വയ്ക്കുകയാണ്. കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ടെൽനെറ്റ് കോൺഫിഗർ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ആ റൂട്ടറിൽ പാസ്വേഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ടെൽനെറ്റിൽ എങ്ങനെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നേരത്തെ ചെയ്യുമ്പോൾ IP അഡ്രസ്സ് റൗട്ടറിനും PC-ക്കും അസൈൻ ചെയ്തതിന് ശേഷം പോർട്ട് അപ്പാക്കുക, നോ ഷട്ട് ഡൗൺ കൊടുത്ത് ഇൻ്റർഫേസ് അപ്പാക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ലൈൻ VTOI കൺസോൾ യൂസ് ചെയ്ത് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇനി മെഷീനിൽ കയറിയിട്ട് നമുക്കതിനെ ടെൽനെറ്റ് യൂസ് ചെയ്ത് ടെൽനെറ്റ് സ്പേസ് IP അഡ്രസ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന PC-യുടെ IP അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണക്റ്റ് ആകും. എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ നോക്കട്ടെ എന്താ സംഭവിച്ചതെന്ന്. ലൈൻ കൺസോൾ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പം ഞാനത് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്. പാസ്വേഡും കൊടുത്തു, ബാക്കിയെല്ലാം സെറ്റാക്കുന്നുണ്ട്. ഓക്കെ, സെറ്റായി കഴിഞ്ഞു. അപ്പം നമുക്കിനി പോയി നോക്കാം. സേവും ചെയ്തു, ഞാൻ സേവും ചെയ്തു. സേവ് ചെയ്യാനായിട്ട് റൗട്ടറിൽ ഡു റൈറ്റ് എന്നുള്ള കമൻറ്റ് കൊടുത്താൽ മതിയാകും. ഇനി ഇതിനകത്ത് പോയി നോക്കുമ്പോഴത്തേക്ക് അത് കണക്റ്റ് ആയിട്ടുണ്ടാവും. ടെൽനെറ്റ് കണക്ട് ചെയ്യാം. ഞാനിവിടെ വളരെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്, ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി കണക്ട് ചെയ്താൽ കണക്റ്റ് ആവുന്നതാണ്. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ ആയിട്ടുണ്ട്, അതായത് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ SSH എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.